എത്ര പൈസ ആണ് എനിക്ക് സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത് ആരും മനസ്സിലാക്കാത്ത ഒരു വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇറാസ്മസ് പ്ലസ് സ്കോളർഷിപ്പ് കിട്ടി ചെക്കിന്ന് ഞാൻ എങ്ങനെ പോളണ്ടിൽ എത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിയും ഡോമൊക്കെ മാറി നമ്മളെ ചെക്കത്തല്ല പുതിയ റൂമാണിത്. അപ്പോൾ നമ്മളെ പുതിയ യൂണിവേഴ്സിറ്റി ഡോംസ് ആണ്. ഇതിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. ഓക്കെ, ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിൽ 2 years മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ പറഞ്ഞാൽ ഞാൻ എത്തിയത് ചെക്കിലേക്കാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എത്തിയത്. അപ്പോൾ ഫെബ്രുവരിയിൽ എത്തിയ സമയത്ത് ഞാൻ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇറാസ്മസ് പ്ലസ് എന്നുള്ള സ്കോളർഷിപ്പ് അവിടുന്ന് അപ്ലൈ ചെയ്യാനുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഏതൊരു യൂണിവേഴ്സിറ്റി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞാലും ഈ മെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. അങ്ങനെ വന്ന സമയത്ത് എന്താക്കി, ഞാൻ പോയിട്ട് അപ്ലൈ ചെയ്ത്. അപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും പറ്റില്ല എന്നൊക്കെ കുറേ ആൾക്കാർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ട്രൈ ചെയ്തൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്ത്. ഇറാസ്മസ് പ്ലസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇറാസ്മസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂറോപ്യൻ യൂണിയനിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്ത് പോയിട്ട് പഠിക്കാൻ പറ്റും. ഒരു സെമസ്റ്റർ നമുക്ക് അവിടെ പോയി ചെയ്യാം. ഒരു സെമസ്റ്റർ ഞാൻ ഇപ്പം ചെക്കിൽ നിൽക്കുന്ന ഞാൻ പോളണ്ടിൽ ചെയ്യാം. എനിക്ക് പോളണ്ടിലുള്ള ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ജർമ്മനി പോയി ചെയ്യാം. ജർമ്മനിയിലുള്ള ഒരു കുട്ടിക്ക് പോയി നെതർലാൻഡ്സിൽ ചെയ്യാം. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 4 മാസത്തേക്ക് ഒരു സെമസ്റ്റർ ഉണ്ടാവും. ഈ സെമസ്റ്ററിലേക്ക് ഓരോ മാസവും നമുക്ക് ജീവിക്കാൻ, അതായത് ലിവിങ് എക്സ്പെൻസിനുള്ള പൈസ, റെന്റിനുള്ള പൈസ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പേയ്മെന്റ്, സ്കോളർഷിപ്പായിട്ട് പേയ്മെന്റ് തരും. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പോയി പഠിക്കാൻ പോരാ അത്രേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ചെക്കിൽ പഠിക്കുന്ന എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഈ ഇറാസ്മസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പിൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുകയുണ്ടായി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ പോയി. അപ്പോൾ എന്നോട് ഒരു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് എടുത്തത്, എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, പോയിട്ട് ഇങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കലുണ്ട്. അപ്പം പുറത്ത് പോയി വേറെ സിറ്റീസിൽ പോയി അവിടുത്തെ കൾച്ചർ അറിയണം, അവിടുത്തെ ആൾക്കാരെ വീഡിയോ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ ചെയ്യുന്നവർ തട്ടിവിട്ട് അങ്ങനെ എനിക്ക് ഇറാസ്മസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പ് കിട്ടി. സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കുറേ പരിപാടികൾ തുടങ്ങുന്നത്. അതായത് ഞാൻ അപ്പോഴും ചെക്കിൽ തന്നെയാണ് ഉള്ളത്. ചെക്കിൽ നമ്മൾ ഇവിടേക്ക് വരുന്നതിൻ്റെ ഒരു 2-3 മാസം മുമ്പേ നമ്മൾ ഇതിൻ്റെ പരിപാടികൾ തുടങ്ങണം. നമ്മളെ ലേണിംഗ് എഗ്രിമെൻറ്റ്, ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ട് സൈൻ ചെയ്യുക, എന്നാൽ നമുക്ക് സ്കോളർഷിപ്പ് നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കാനുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഒരു ഫെബ്രുവരിയിൽ, ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരിയിൽ ഞാൻ ചെക്കിലെത്തി. ഞാൻ ഏകദേശം ഇവിടേക്ക് എത്തുന്നത് ഒരു ഒക്ടോബർ ആവുന്ന സമയത്ത്. അതായത് എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് എനിക്ക് 4 മാസം എന്തെങ്കിലും സമ്മർ വെക്കേഷൻ ടൈമിലാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയം ആകുമ്പോഴാണ് എനിക്ക് എത്തേണ്ടത്. ഞാൻ ഒക്ടോബറിലാണ് ഞാൻ ഈ പോളണ്ടിൽ എത്തുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഓൾറെഡി ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ ഹോസ്റ്റലും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് വെച്ചിട്ട് എന്താണ് നമുക്കിവിടെ നിൽക്കാൻ എന്തായാലും ഇവിടെ സ്ഥലം ഉണ്ടാവും. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് കൊണ്ട് പേയ്മെന്റ് നമുക്ക് അതിൽ നിന്നെടുത്ത് അടിക്കാൻ പറ്റും. എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണോ ചെക്കിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് ചെയ്തു തുടങ്ങിയത്, അതേപോലെ തന്നെ നമ്മൾ ഈ പോളണ്ടിൽ എത്തിയിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, ഇവിടുത്തെ സിറ്റിയിൽ പോയിട്ട് ഒരു പെസൽ നമ്പർ എന്നുള്ള ഒരു പെസൽ നമ്പർ, പോളണ്ടിൻ്റെ കാര്യമായിട്ട് പറയുന്നത് പെസൽ നമ്പർ എന്നുള്ള ഒരു സംഭവമുണ്ട്. അത് ചെയ്ത് പിന്നെ ഇവിടെ ഒരു എങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നില്ല, നമ്മൾ പുതിയൊരു രാജ്യത്ത് വന്നാൽ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടും ചെയ്യണം. അതായത് ഇറ്റ്സ് നോട്ട് എല്ലാവർക്കും ഈസി എന്ന് പറഞ്ഞൊരു സംഭവമല്ല, കുറച്ച് പണിയുണ്ട്. ഇതിപ്പം നിങ്ങൾക്ക് ഇറാസ്മസ് പൈസ കിട്ടുമല്ലോ വിചാരിച്ചിട്ടുള്ള ഒരു സംഭവമല്ല. പൈസ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കുറേ പണികൾ ഇവിടെ വന്നിട്ട് എടുക്കാനുണ്ട്. അതായത് പഠിക്കണം ഒന്നാമത്, പിന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് വരികയാണ്, ഇവിടെ ആയിട്ടൊന്ന് അഡാപ്റ്റ് ആവണം. നമ്മൾ ചെക്കുമായിട്ട് ഇങ്ങനെ ഒന്ന് അഡാപ്റ്റ് ആയി വരുന്ന സമയത്താണ് നമ്മൾ ഇതാക്കുന്നത് പോളണ്ടിലേക്ക് വരുന്നത്. അപ്പം വെടുത്തി ഒന്ന് അഡാപ്റ്റ് ആവണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ എത്ര പൈസ ആണ് എനിക്ക് സ്കോളർഷിപ്പായിട്ട് കിട്ടുക എന്നുള്ളതാണ് അടുത്തൊരു സംഭവം. അപ്പോൾ നമ്മളിപ്പം ചെക്കിന്ന് എങ്ങനെ പോളണ്ടിൽ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അപ്പം സ്കോളർഷിപ്പ് കിട്ടാൻ നിങ്ങൾക്ക് ഏകദേശം പോളണ്ടിൻ്റെ കേസിൽ 525 ഒക്കെ വെച്ചിട്ട് 4 മാസം, 525 യൂറോ വെച്ചിട്ട് 4 മാസം, 500 യൂറോ ബിറ്റ്വീൻ. ഓക്കെ, 500 യൂറോ വെച്ച് 4 മാസമാണ് എനിക്ക് കോഴ്സ് വരുന്നത്. 4 മാസത്തേക്ക് ഏകദേശം 2200 യൂറോൻ്റെ അടുത്താണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അതായത് നാട്ടിലത്തെ പൈസ നോക്കുമ്പോൾ ഒരു 2 ലക്ഷം 2.10 ഉറുപ്പിൻ്റെ ഒക്കെ അടുത്താണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അത് പോളണ്ടിന് മതിയോ ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ടിന് അത് ധാരാളമാണ്. കാരണം ഇവിടെ അധികം
നമുക്ക് ലിവിൻ കോസ്റ്റ് യൂണിവേഴ്സിറ്റി ഡോമിൽ തന്നെയാണ് വരുന്നത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവിൻ എക്സ്പെൻസ് സാധനങ്ങൾ ബാക്കിയുള്ള കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ചെക്കും പോളണ്ടും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ വലിയൊരു പ്രശ്നം ആ കാര്യത്തിൽ വരുന്നില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ഇറാസ്മസ് സ്റ്റുഡൻ്റ് ആവാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇറാസ്മസ് മുണ്ടസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അത് യൂറോപ്പിൽ തന്നെ ബിഗസ്റ്റ് സ്കോളർഷിപ്പാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര 47 ലക്ഷം 50 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് പഠിക്കുന്ന ഒരു സംഭവം. ഇന്ത്യത് പറഞ്ഞാൽ ഇറാസ്മസ് പ്ലസ് ആണ്. അതായത് യൂറോപ്പിൽ പഠിക്കുന്ന, ഇപ്പോൾ ജർമ്മനിയിൽ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, പോളണ്ടിൽ കുറേ കുട്ടികൾ, യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ളിലെ ഏത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്കോളർഷിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ യൂണിവേഴ്സിറ്റി ആയിട്ട് എന്താക്കുക, ബന്ധപ്പെടുക. ഇറാസ്മസ് സമ്മർ ഇൻടേക്കിന് ഉണ്ടാവും, വിന്റർ ഇൻടേക്കിന് ഉണ്ടാവും. ഇനിയിപ്പോൾ സമ്മറിന്റെ അപ്ലിക്കേഷൻ തുടങ്ങാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? സമ്മറിലേക്ക് നേരത്തെ നോക്കിയിട്ട് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളോ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം യൂറോപ്പിലുള്ള കുട്ടികൾക്ക് ഇറാസ്മസ് പ്ലസിന് പോവുക, പുതിയ രാജ്യത്ത് പോവുക, അവിടുത്തെ കൾച്ചർ പഠിക്കുക, അവിടെ നിൽക്കുക, അവിടുന്ന് പഠിക്കുക, തിരിച്ചു നേരെ നമ്മുടെ ഹോം കൺട്രിയിലേക്ക് തന്നെ വരിക. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് യൂറോപ്പിൽ പഠിക്കുന്നതിനെ കൊണ്ട് ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ചെറിയൊരു രൂപം, ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് രൂപം തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഇടുക. ഞാൻ എന്തായാലും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരാം. അപ്പം യൂറോപ്പിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉള്ളതും അത് ഈ കോളേജിൽ പോയിട്ട് ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് മെയിൽ അയച്ചിട്ട് അതിൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കാര്യങ്ങളെല്ലാവരും ചെയ്യുക. അപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ ഇതിൽ വേറൊരു സംഭവം ആരും മനസ്സിലാക്കാത്ത ഒരു വേറെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കോളേജിലെയും ഇവിടുത്തെയും എക്സാം നമ്മൾ പാസ്സാവണം. ഇത്ര ക്രെഡിറ്റ്സ് നമ്മൾ പാസ്സായാലേ നമുക്ക് ഇറാസ്മസ് സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സ്കോളർഷിപ്പിന്റെ പൈസ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് ആ ക്രെഡിറ്റ് ഫുള്ളാക്കാൻ പറ്റില്ലെങ്കിൽ. പക്ഷെ നമുക്ക് എൻ്റെ കോളേജിൽ എനിക്ക് 18 ക്രെഡിറ്റ് ആണ് എനിക്ക് ഫുള്ളാക്കാനുള്ളത്. അത് ഫുള്ളാക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഈ പൈസ ഓൾക്ക് തിരിച്ചു കൊടുക്കണം. കാരണം ഇത് പ്യുവർലി നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയാൽ വേറെ പ്രശ്നമൊന്നുമില്ല. കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കോളേജിലും നമ്മൾ ഇവിടെ വരുന്ന കോളേജിലും ഒരേ സെയിം കോഴ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ എക്സാം എഴുതാൽ മതി. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്നുള്ള ഒരു കോഴ്സിന്റെ ചെക്കിലും ഉണ്ട്, പോളണ്ടിലും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ രണ്ടിനും കൂടി ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. നേരെ മറിച്ച് എനിക്കിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സ് ഇവിടെ ഉള്ളൂ, ചെക്കിലില്ല. അപ്പോൾ എനിക്ക് എന്താക്കണം, ഇവിടെയും കോഴ്സ് എഴുതണം, അവിടെ എൻ്റെ ഏത് കോഴ്സാണുള്ളത് അത് വേറെ എഴുതണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരോടും ബൈ. അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം. അപ്പം സീ യു ഗൈസ്, ബൈ.